ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗപ്പൂർ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡേ 2 രാവിലെ ഞങ്ങൾ 6 ആയപ്പോൾ തന്നെ എണീറ്റു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമുക്ക് 9 ആകുമ്പോഴത്തേക്കും അവിടെ കയറണമായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പം ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അത് കാരണം 10 സ്ലോട്ടിലെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി ഇങ്ങനെ ഒരു മെട്രോയിൽ കയറിയാണ് നമ്മൾ സെൻറ്റോസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ് നമുക്കിനി യാത്ര ചെയ്യാനുള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ പല പ്ലേസസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്കാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഡേ തന്നെ ഇതിനു വേണ്ടി മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. അപ്പം കുറേ സ്ഥലത്തൊക്കെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു, കുറേ വെയിറ്റിംഗ് ടൈം. അപ്പോൾ അത് കാരണം കുറേയൊക്കെ നമ്മൾ മിസ്സായിട്ടും ഉണ്ട്. എന്നാലും ഈ വീഡിയോയിൽ കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ കണ്ടതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഷോർട്ടാക്കാൻ നോക്കി. എന്നിട്ട് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആയി. ഒന്നും അങ്ങനെ കളയാനും തോന്നിയില്ല. അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ചില സ്ഥലത്തൊക്കെ ഇതുപോലെ ഷോ ടൈംസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. ആദ്യം ഞങ്ങൾ ഈ സ്ഥലത്താണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ട്രാം പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടാണ് ഇനി വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മളൊരു കാർട്ടൂൺ വേൾഡിൽ കൂടെ പോകുന്ന പോലെയാണ് തോന്നിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് നീങ്ങി. അടുത്ത സ്ഥലം നമ്മൾ ട്രാൻസ്ഫോമേഴ്സിലാണ് കയറുന്നത്. ഇവിടെ നമുക്ക് 3D സ്പെക്സ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ആ റൈഡിൽ കയറാനായിട്ട്. അപ്പോഴാണ് നമുക്കൊരു 3D എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു റൈഡിലാണ് നമ്മളിനിയും പോകാൻ പോകുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ 3D സ്പെക്സ് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ആ എഫക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വന്ന് ഇടിക്കുമ്പോഴൊക്കെ നമുക്കൊരു മൂവ്മെൻറ്റും ഒക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴത്തേക്കും അത് റിലേറ്റ് ചെയ്ത ഒരു ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ കീ ചെയിൻസും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർക്ക് വേണ്ടി അതൊക്കെ വാങ്ങി. ഇവിടെ നമുക്ക് വേണേൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാം. പക്ഷെ ഞങ്ങൾ നിന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ റോളർ കോസ്റ്ററിലാണ്. ഞാനും കൊച്ചും കയറിയില്ല, ഹസ്ബൻഡും മൂത്ത മോനും ഇതിൽ കയറി. പിന്നെ ഞങ്ങൾ പോയത് ഈ സ്ഥലത്താണ്. നമ്മൾ ഈജിപ്തിലേക്ക് പോയ ഒരു ഫീലായിരുന്നു മൊത്തത്തിൽ. ഇവിടെയും ഒരു റൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചിന് കയറാൻ പറ്റില്ലായിരുന്നു. ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടേ അതിൽ കയറ്റുള്ളായിരുന്നു. ഈ മമ്മീസും അങ്ങനത്തെയൊക്കെ ഉള്ളിൽ കാണിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഞാനും കൊച്ചും അത് മിസ്സായി. ഹസ്ബൻഡ് മൂത്ത മോനുമാണ് അതിൽ കയറിയത്. ഇവിടെ കുറച്ച് മമ്മീസും ഒക്കെ ഇരിപ്പുണ്ട്.
അടുത്തത് ഞങ്ങൾ ട്രഷർ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ റൈഡിലാണ് കയറിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈജിപ്ഷ്യൻ ഫീലാണ് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഓരോ സ്ഥലം കിടക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ വൾച്ചേഴ്സ് ആയാലും ആ സൗണ്ടും വെച്ച് ആ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ശരിക്കും ആ പാമ്പിൻ്റെ ഒരു സൗണ്ടും ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ റൈഡ് തീർന്നു. ഇവിടെയും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങളതും ചെയ്തില്ല. കൊച്ചിന് പേടിയായിരുന്നു. അത് കാരണം പിന്നെ അതിന് ഫോട്ടോ എടുക്കാൻ നിന്നില്ല. അടുത്ത ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കയറിയ സ്ഥലമാണ് ഈ കാണുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം ജുറാസിക് പാർക്കിൻ്റെ ആണ് വിസിറ്റ് ചെയ്തത്. ഇവിടെ ഇങ്ങനത്തെ റൈഡിൽ കയറാൻ വേണ്ടി ഒത്തിരിയും ടൈം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. നെക്സ്റ്റ് സ്ഥലം ഞങ്ങൾ പോയത് ഈ ഫാർ ലവ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ശരിക്കും ഒരു ഫെയറി വേൾഡിൽ പോയ പോലെ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുമ്പോൾ ആ ബിൽഡിങ്സും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു റൈഡിന് ശേഷം ഞങ്ങൾ പോയ വഴിയാണിത്. അപ്പോൾ ഒരു കാസിൽ, ഫെയറിയുടെ കാസിലിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഈ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെയും ഒരു റൈഡുണ്ട്. പക്ഷേ അതിച്ചിരി സ്പീഡ് കൂടുതലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല റൈഡ് പോകുന്നതിൻ്റെ. അടുത്ത് ഞങ്ങൾ വാട്ടർ വേൾഡിലേക്ക് പോയെങ്കിലും അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അതുകൊണ്ട് അത് മിസ്സായി. ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചൊന്ന് വീണു, കാലൊന്ന് പൊട്ടി. അപ്പം അവിടെ ഹെൽപ്പിന് വേണ്ടി ആൾക്കാരൊക്കെ ഉടനെ ഓടി വന്നിരുന്നു. അതിന് ശേഷം ഇങ്ങനെ ഒരു ഷോ നടന്നു. അപ്പം അത് മാത്രം ഷോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയുള്ളൂ. വേറെ പല ഷോസും മിസ്സായി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഈവനിങ് സന്ധ്യയായി. അപ്പം ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി തിരിച്ച്. പിന്നെ കൊച്ചിന് വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ അത് കാരണം പിന്നെ നെക്സ്റ്റ് ഡേ ഞാനും കൊച്ചും റൂമിലായി പോയി. മൂത്ത മോനും ഹസ്ബൻഡുമാണ് ഈ സ്ഥലത്ത് പോയത്. സീ അക്വേറിയം കാണാൻ പോയി. അപ്പോൾ ഈ സ്ഥലവും ഞാനും കൊച്ചും മിസ്സായി.
അടുത്ത അവർ പോയത് ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പം ഇതും എനിക്ക് കാണാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് പാർട്ട് 2 വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പാർട്ട് 3 ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.